ആർട്ട് ഓഫ് എ ഇതാ വാക്ക് പാലിക്കുന്നു. ഇൻട്രൊഡ്യൂസിംഗ് സ്പ്ലാഷ് എ. നിങ്ങളെ ഒരു മ്യൂസിക് ഡയറക്ടർ ആക്കുന്ന AI ടൂളിന്റെ ട്യൂട്ടോറിയൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡിലുള്ള മ്യൂസിക് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഏതാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മ്യൂസിക് റെഡി. ഇനി ഒപ്പം ഒരു ലിറിക്സും കൂടി കൊടുത്താൽ ആ മ്യൂസിക്കിനൊപ്പം പാടിയും തരും. Secret, taking a chance. Fly high, reach for sky. സംഭവം ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഓപ്പൺ ഗൂഗിളിൽ സ്പ്ലാഷ് AI എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതാ ഇമാജിൻ മ്യൂസിക് വിത്ത് സ്പ്ലാഷ് എന്ന ഫസ്റ്റ് പേജ്. ഇവിടെ സ്പ്ലാഷ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഗൂഗിൾ പ്ലേ, ആപ്പിൾ സ്റ്റോറിൻ്റെ ലിങ്ക് കാണാം. ഇതിൽ ട്രൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ മ്യൂസിക് ക്രിയേഷൻ പേജിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങളുടെ Gmail അക്കൗണ്ട് വഴി തന്നെ സൈൻ ഇൻ ചെയ്താൽ മതി. മ്യൂസിക് ക്രിയേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. എല്ലാം 1 by 1 ആയി പറഞ്ഞു തരാം. ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ സ്പ്ലാഷ് AI ഉപയോഗിച്ച് മ്യൂസിക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഫസ്റ്റ് പേജിലെ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ക്രിയേറ്റ് സോങ് വിത്ത് AI എന്ന് കാണിക്കുന്നിടത്ത് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ബോക്സ് കാണാം. ഇവിടെയാണ് നമുക്ക് ഏത് തരത്തിലുള്ള മ്യൂസിക് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് എങ്ങനെ പറയും എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തൊട്ടു താഴെ തന്നെ കാണുന്ന ട്രൈ ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് സാമ്പിൾ പ്രോംപ്റ്റുകൾ കാണാം. ഇത് കുറേ മ്യൂസിക് ട്രാക്കുകളാണ്. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ അത് ഏത് മൂഡിലുള്ളതാണ്, ഏത് കാറ്റഗറി ആണെന്നും ഒക്കെ നമുക്ക് കേട്ടു നോക്കാം. അപ്പോൾ ആ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ടെക്സ്റ്റ് പ്രോംപ്റ്റും അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ കൊടുത്ത സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോന്നിൻ്റെയും ചെറിയ ചെറിയ ഭാഗങ്ങൾ കേൾപ്പിക്കും. നമുക്ക് ആവശ്യമുള്ള മോഡൽ ഏതാണോ അതിൻ്റെ പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇത്തരം ടൂളുകൾ ആദ്യമായി ഉപയോഗിക്കുന്നവരെ കൂടി കണക്കാക്കിയിട്ടാണ് ഇങ്ങനെ ഓരോന്നും നുള്ളിപ്പെറുക്കി പറയുന്നത്. കാരണം തുടക്കക്കാർക്ക് ഈ വീഡിയോ റെഫറൻസായി വെച്ചുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റണം എന്ന് കരുതിയിട്ടാണ്. AI ഓൾറെഡി അറിയുന്ന ആളുകൾ തൽക്കാലം ക്ഷമിക്കുക. സ്പ്ലാഷ് AI നമുക്ക് പ്രധാനമായും ചെയ്യാൻ പറ്റുന്ന ഒന്ന് ടെക്സ്റ്റ് മ്യൂസിക് ജനറേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ കേട്ട ട്രാക്ക് പോലത്തെ മ്യൂസിക് ഉണ്ടാക്കുന്നത്. 2 ടെക്സ്റ്റ് വോക്കൽസ്. ഇവിടെ നമുക്ക് ഒരു ടെക്സ്റ്റ് കൊടുത്താൽ അത് പാടിത്തരും. ടെക്സ്റ്റ് കൊടുത്താൽ അത് വായിച്ചു തരുന്ന AI ഒരുപാടുണ്ട്. ഈവൻ ChatGPTയിലും ബാർഡിലുമൊക്കെ എഴുതി കൊടുത്താൽ അതേപടി വായിച്ച് കേൾപ്പിച്ചു തരും. പക്ഷേ എഴുതി കൊടുത്താൽ പാടിത്തരുന്ന AI വളരെ റെയറാണ്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് സാമ്പിൾ പ്രോംപ്റ്റ് വെച്ച് എങ്ങനെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ട്രാക്ക് സെലക്ട് ചെയ്യുക. അതിൻ്റെ പ്രോംപ്റ്റ് എഴുതിയിരിക്കുന്നതിൻ്റെ അടിയിൽ കാണുന്ന കോപ്പി ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ആ പ്രോംപ്റ്റ് കോപ്പി ആവും. ഇനി നേരെ നമ്മൾ മ്യൂസിക് ക്രിയേഷനിലേക്ക്. നമ്മൾ കോപ്പി ചെയ്ത പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ BPM, ഇംപ്രൂവ്മെൻറ്റ് എന്നൊക്കെ കാണാം. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡിൽ മ്യൂസിക് ഉണ്ടാക്കാം. അതിനായി ജനറേറ്റ് സോങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനിയാണ് മാജിക്. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിന് അനുസരിച്ചുള്ള മ്യൂസിക് ട്രാക്കുകൾ റെഡി. അധികം കാത്തു നിൽക്കുകയൊന്നും വേണ്ട.
2-3 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് വരുന്നുണ്ട്. ഇതാ നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം സെലക്ട് ചെയ്യാൻ 5 സാമ്പിൾ ട്രാക്കുകൾ വന്നു കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ട്രാക്കുകൾ തന്നെയാണോ വന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ കേട്ടതിൽ നമുക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന മോർ സാമ്പിൾസ് എന്ന് സെലക്ട് ചെയ്താൽ അത് വേറെയും മോഡലുകൾ ജനറേറ്റ് ചെയ്തു തരും. ഇതൊരു മെഷീൻ ആയതുകൊണ്ട് കക്ഷിക്ക് വിഷമമൊന്നും തോന്നില്ല, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയാവുന്നത് വരെ ഇതുപോലെ സാമ്പിളുകൾ ഉണ്ടാക്കാൻ ആവശ്യപ്പെടാം. ഒരു പ്രധാന കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം 2-3 വരിയിൽ എഴുതി കൊടുത്തിട്ടാണ് മ്യൂസിക് ഉണ്ടാക്കാൻ പറയുന്നത്. കൊടുത്താൽ ഉടനെ തന്നെ ഹരിമുരളീധവൻ പാടിത്തരും എന്ന് വിചാരിക്കരുത്. കുറച്ച് ക്ഷമയും സമയവും മെനക്കെട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇതിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് പ്രോംപ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് കൃത്യമായി ചെയ്യാൻ അറിയാൻ പ്രത്യേകം പഠിക്കുക തന്നെ വേണം. AA ബേസിക് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിലവിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന AA ബേസിക് ട്യൂട്ടോറിയൽ ഇവിടെയുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഓക്കെ, നമുക്ക് മ്യൂസിക് ക്രിയേഷനിലേക്ക് തന്നെ വരാം. ഇവിടെ നമുക്ക് ഒരു സാമ്പിൾ ഇഷ്ടപ്പെട്ടു. എന്നാൽ അതുപോലത്തെ കുറച്ചുകൂടി മോഡൽസ് വേണമെന്ന് തോന്നിയാൽ ആ ട്രാക്കിന് താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മോർ ലൈക്ക് ദിസ് എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത മ്യൂസിക്കിന് സമാനമായ വേരിയേഷൻസ് കിട്ടും. ഏതെങ്കിലും ട്രാക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് സെലക്ട് ചെയ്യാം. ഇതാ നമ്മൾ സെലക്ട് ചെയ്ത ട്രാക്കിൻ്റെ 30 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള ഒരു മ്യൂസിക് ട്രാക്ക് റെഡി. ഇത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സംഭവം ഉഷാറല്ലേ? ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. MP3, വേവ്, MP4, അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മ്യൂസിക്കിന് മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എഡിറ്റ് സോങ് എന്ന ഓപ്ഷനുണ്ട്. അതിൽ സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാനും ലിറിക്സ് ആഡ് ചെയ്യാനുമുള്ള ഓപ്ഷനുകൾ കാണാൻ പറ്റും. അത് നോക്കുന്നതിന് മുമ്പേ വേറൊരു കാര്യം കൂടെയുണ്ട്. ഇതുവരെ നമ്മൾ ഇവിടെ കൊടുത്ത സാമ്പിൾ പ്രോംപ്റ്റ് സെലക്ട് ചെയ്ത് മ്യൂസിക് ഉണ്ടാക്കുന്ന രീതിയാണ് നോക്കിയത്. ഇനി നമുക്ക് നമ്മൾ തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ എങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടാക്കാം എന്ന മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പേജിൽ പ്രോംപ്റ്റ് ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഏത് സ്റ്റൈലുള്ള മ്യൂസിക് ആണോ വേണ്ടത് അത് ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുത്താൽ മതി. പ്രോംപ്റ്റിംഗ് പഠിച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, AI നിങ്ങളെ സഹായിക്കും. കാരണം നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് ഇതിൻ്റെ താഴെ കാണുന്ന ഇംപ്രൂവ്മെൻറ്റ് എന്ന ഓപ്ഷൻ കൊടുത്താൽ AI തന്നെ അതൊരു കൊള്ളാവുന്ന പ്രോംപ്റ്റാക്കി മാറ്റിത്തരും. ഇതൊക്കെ AA ബേസിക് ഇല്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പ്രോംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വേറെ ലെവലിലായിരിക്കും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പുകൾ തന്നെയാണ്. ജനറേറ്റ് ചെയ്യുക, സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക, ട്രാക്ക് സെലക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും പറഞ്ഞു തരാം. ഇനി നമുക്ക് മോസ്റ്റ് എക്സൈറ്റിംഗ് ആയ ക്രിയേറ്റീവായ എഡിറ്റിംഗ് സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാക്കിൻ്റെ ഡ്യൂറേഷൻ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രാക്ക് ഉണ്ടാക്കി തരും. ഇനി ഈ മ്യൂസിക്കിനൊപ്പം ഒരു ലിറിക്സ് കൂടി കൊടുക്കുകയാണെങ്കിൽ അത് പാടിത്തരും. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു എക്സ്പെരിമെൻ്റൽ ഫീച്ചറാണെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്.
അതുകൊണ്ട് യേശുദാസോ ചിത്രയോ പാടുന്നത് പോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. മാത്രമല്ല ഇത് ഇംഗ്ലീഷിൽ മാത്രമേ നടപടിയാവുള്ളൂ. ഏതായാലും ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷനാണിത്. ഒരു കമ്പ്യൂട്ടറും ഒരു ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് ഒരു പാട്ടുണ്ടാക്കാൻ പറ്റുമെന്ന ഓപ്ഷൻ. ഓക്കെ, ഇവിടെ ആഡ് ലിറിക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ എഴുതിയ ഇംഗ്ലീഷ് ലിറിക്സ് പേസ്റ്റ് ചെയ്താൽ മതി. ഇനി അതല്ല, ലിറിക്സ് എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതും കക്ഷി ചെയ്തു തരും. ലിറിക്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സബ്ജക്റ്റ് എഴുതി കൊടുക്കാം. എത്ര ലൈൻസ് വേണം എന്ന് സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് ലിറിക്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇതാ പാട്ടും റെഡി. ഇനി ഇത് ആരെ കൊണ്ട് പാടിക്കും? ഇവിടെ മൈക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഗായകരുടെ ലിസ്റ്റ് കാണാം. അതിൽ തന്നെ റാപ്പറുണ്ട്, മെയിൽ വോയിസ് ഉണ്ട്, ഫീമെയിൽ വോയിസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വോയിസ് സെലക്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഫീമെയിൽ വോയിസ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ വോയിസിൻ്റെ പിച്ചും ടോണും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ അപ്ലൈ ചേഞ്ചസ് എന്ന് സെലക്ട് ചെയ്താൽ മതി. 1-2 കറക്കം കഴിയുമ്പോഴേക്ക് ആള് റെഡി. നമ്മുടെ പാട്ട് വന്നു. ഇനി നമുക്കൊന്ന് കേട്ടു നോക്കാം. Unleash the fire that burns within. Break the chains, let the rebellion begin. Destroy the sins and electric screams. With the outcast tearing at the seams. Beneath the surface, the storm of sun. A symphony of rage shaking the ground. Resist the pressure, defy the norms. We are the electric storms. In the darkness we find our light. ഇനി ഈ പാട്ട് തന്നെ മെയിൽ വോയിസിലൊന്ന് നോക്കിയാലോ? റാപ്പ് തന്നെ സെലക്ട് ചെയ്ത് നോക്കാം. Unleash the fire that burns within. Break the chains, let the rebellion begin. Distorted sins and electric screams. We're the outcasts. സംഭവ പരിപാടിയല്ലേ? നമ്മൾ കൊടുത്ത ലിറിക്സ് തന്നെയാണ് പാടുന്നത്. അതും നമ്മൾ ക്രിയേറ്റ് ചെയ്ത മ്യൂസിക്കിന് അനുസരിച്ച് തന്നെ. Resist the pressure, defy the norms. We are the electric storms. In the darkness, we find our light. Seething with power, ready to ignite. Crushing the mold, breaking free. Unleashing the chaos, demanding to be seen. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് തന്നെയാണ് ജനറേറ്റീവ് എഐയുടെ പ്രത്യേകത. ഇത് മ്യൂസിക്കിൽ മാത്രമല്ല, ഫോട്ടോഗ്രാഫി, ഡിസൈൻ, വെബ് ഡിസൈൻ, ആനിമേഷൻ, ഫിലിം മേക്കിംഗ്, അങ്ങനെ എല്ലാ മേഖലകളിലും എഐ കൈവച്ചിട്ടുണ്ട്. ഓ, ഇത് ഇത്രയേ ഉള്ളോ, ഇതിലും നന്നായി ഞാൻ ചെയ്യും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അതിന് ആയുസ് കുറവാണ്. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം സാമ്പിൾ വെടിക്കെട്ടുകളാണ്. പല എഐ ടൂളുകളും ഇപ്പോൾ ബീറ്റ വേർഷനിലാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് എന്ന രീതിയിലാണ് അതിൻ്റെ സ്പീഡ്. 2-3 വർഷങ്ങൾക്കുള്ളിൽ കഥ കംപ്ലീറ്റ് മാറും. ഓരോ മേഖലകളിലും ഉള്ളവർ അതാത് മേഖലകളിൽ അപ്ഡേറ്റ് ആവാൻ ഇനിയും വൈകരുത്. കലാകാരന്മാർ എന്ത് ചെയ്യും? ഇത് മനുഷ്യകുലത്തിന് നാശമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ചുമ്മാ നടക്കാമെന്നേ ഉള്ളൂ. ടെക്നോളജി വളരാനുള്ളത് വളരുക തന്നെ ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കി അത് അപ്ഡേറ്റ് ചെയ്താൽ ആർക്കും ഒരു ജോലിയും പോവില്ല എന്നതാണ് സത്യം. ഉദാഹരണത്തിന് ഈ മ്യൂസിക് എഐ തന്നെ മ്യൂസിക് പഠിച്ച ഒരാളുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിലോ അതെങ്ങനെ ഉണ്ടാവും? അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മ്യൂസിക് ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പ്ലാഷ് എഐയുടെ സബ്സ്ക്രിപ്ഷൻ പാനലിൽ ഫ്രീ, സ്റ്റാർട്ടർ, മാക്സ് എന്നിങ്ങനെ ഓപ്ഷനുകളുണ്ട്. ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാക്സ് സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ഓപ്ഷനും ഫ്രീ വേർഷനിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ എല്ലാം ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. 15 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ട്രാക്കുകളാണ് ഫ്രീ വേർഷനിൽ കിട്ടുക. സംഭവം ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യാം. സ്റ്റാർട്ടർ ട്രാക്കിന് $10 ഉള്ളൂ.
പക്ഷേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക് നിങ്ങളുടെ വീഡിയോയിൽ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതൊരു വലിയ കാര്യമാണ്. യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവും. ഇനി നിങ്ങൾ മ്യൂസിക് പ്രൊഫഷണൽ ആണെങ്കിൽ ഇതിൻ്റെ ഡൗൺലോഡ് ഓപ്ഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കാരണം ഹൈ ക്വാളിറ്റിയുള്ള മ്യൂസിക് ഫയലുകൾ, അതും മാസ്റ്റർ ചെയ്തത്, സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ എന്തും ഇവിടെ റെഡിയാണ്. മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ ഈ AI ടൂൾ മാത്രമല്ല, ഒരുപാട് ടൂളുകൾ വേറെയുമുണ്ട്. എല്ലാത്തിനെയും കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ ഫോളോ ചെയ്യാനും ഈ ടൂളുകൾ ട്രൈ ചെയ്ത് നോക്കാനും മടിക്കരുത്. ഇനി നിങ്ങളുടെ ലോകം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് കൊണ്ട് വൈബാക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. In the sunrise highway, a world unfolds with endless waves. I'm a tiny spark in a cosmic dance. Universe is secret, taking a chance.